തുടക്കം നമുക്ക് പഠിക്കാൻ പോകേണ്ട കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി ബോസ് സ്പേസ് എന്ന് പറയുന്ന കമാൻഡാണ്. ബൗണ്ടറി ബോസ് സ്പേസ് കമാൻഡ് എന്ന് പറയുന്നത് ലോഫ്റ്റഡ് ബോസ് സ്പേസുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ടൂളാണ്. എക്സെപ്റ്റ് ദാറ്റ് കുറച്ച് സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺട്രോൾ അതിലുണ്ട് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്ക് എങ്ങനെയാണ് ജോമെട്രി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഒരല്പം കൂടെ കൺട്രോൾ ഈ പറയുന്ന ബൗണ്ടറി ബോസ് സ്പേസ് കമാൻഡിൽ ഉണ്ടാവും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് ലോഫ്റ്റഡ് ബോസ് സ്പേസ് പോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യണം. ലോഫ്റ്റഡ് ബോസ് സ്പേസിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ പ്ലെയിൻസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കുന്നത്, പിക്ചർ വരയ്ക്കുന്നത്, അതേപോലെ തന്നെ ബൗണ്ടറി ബോസ് സ്പേസിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്ലെയിൻസിൽ ഐ മീൻ സ്കെച്ചസ് ഉണ്ടാവണം അല്ലെങ്കിൽ പ്രൊഫൈൽസ് ഉണ്ടാവണം. മൾട്ടിപ്പിൾ പ്രൊഫൈൽസ് പറയുമ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. അപ്പം ഞാൻ രണ്ടാമത് ഇപ്പോൾ ഒരു ഓവൽ ഷേപ്പാണ് വരയ്ക്കാൻ പോകുന്നത്. Just randomly keep it here and maybe 50. Major radius would be 50. What will be? Yeah. Then minor radius would be 25. ഇങ്ങനെ ഒരു എലിപ്സും കൂടെ വരയ്ക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ വരയ്ക്കുന്നതാണെങ്കിൽ എനിക്കൊരു സ്ക്വയർ വരയ്ക്കാം. ടോപ്പ് പ്ലെയിനിൽ ഞാനൊരു സ്ക്വയർ വരയ്ക്കാം. മേ ബി 100 by 100 ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാം. ഡസൻ മാറ്റർ, നിങ്ങൾ ഏത് ഷേപ്പാണ് വരയ്ക്കുന്നതെന്നൊന്നും മാറ്റർ ചെയ്യില്ല, പ്രൊവൈഡഡ് നിങ്ങളത് 3 പ്ലെയിനിലായിരിക്കണം വരയ്ക്കുന്നത് എന്നുള്ള മാത്രമേ. 3 പ്ലെയിനോ 2 പ്ലെയിനോ എങ്ങനെയാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്ലെയിൻ ഞാൻ വരച്ചത് കുറച്ചുകൂടെ നല്ലൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബൗണ്ടറി ബോസ് സ്പേസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ബൗണ്ടറി ബോസ് സ്പേസും ലോഫ്റ്റഡ് ബോസ് സ്പേസും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൊഫൈൽസ് ആൻഡ് ഗൈഡ് കർവ്സ് ആണ് ലോഫ്റ്റഡ് ബോസ് സ്പേസിനുള്ളത്. ബൗണ്ടറി ബോസ് സ്പേസിനാണെങ്കിൽ ഡയറക്ഷൻസ് ആണ്. ഡയറക്ഷൻ 1 ഡയറക്ഷൻ 2 എന്ന രീതിയിൽ ഡയറക്ഷൻസ് ആണ് അതിന്റെ പ്രൊഫൈൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെ വരും. നമുക്ക് വേണമെങ്കിൽ ഡയറക്ഷൻ 2 പകരം ബൗണ്ടറീസും വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡയറക്ഷൻസും സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബൗണ്ടറീസും സെലക്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണോ സെലക്ട് ചെയ്തത്, നമ്മളുടെ പിക്ചർ എങ്ങനെയാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ കർവ്സ് ക്രിയേറ്റ് ആയി വരുന്നത്. ഈ ഗ്രീൻ ലൈൻ ടു ഗ്രീൻ പോയിന്റ് കണ്ടില്ലേ, ഈ പോയിന്റിലേക്കാണ് ഓരോ പോയിന്റും ഒന്ന് ടച്ച് ചെയ്തത്. ഈ ഗ്രീൻ ലൈൻ ഞാൻ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടേക്കായിരിക്കും. അങ്ങനെ ഒരു ട്വിസ്റ്റഡ് ഷേപ്പിലായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, എനിക്ക് കുറച്ചുകൂടെ കൺട്രോൾ വേണം. എനിക്കൊരു ഗൈഡ് കർവും കൂടെ വേണം. ഗൈഡ് കർവ് ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് 3D സ്കെച്ച് സെലക്ട് ചെയ്യും. അതായത് 3 പോയിന്റുകൾ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് 3D സ്കെച്ച് സെലക്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ 3D ഒരു സ്പൈൻ വരയ്ക്കാനാണ് പോകുന്നത്. 3D സ്കെച്ച് സെലക്ട് ചെയ്ത് നോക്കിയാൽ മതി, ഇങ്ങനെ ഒരു 3 ഡയമെൻഷണൽ രീതിയിലായിരിക്കും 3D സ്കെച്ചസിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓരോ പോയിന്റ് നോക്കുമ്പോൾ ഒരു ക്യൂബോയിഡ് അവിടെ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും, ഇമാജിനറി ആയിട്ട്. ഒന്നിൽ കൂടുതൽ ഗൈഡ് കർവ്സ് ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഞാൻ അടുത്തൊരു ഗൈഡ് കർവ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു സെന്റർ പോയിന്റിൽ നിന്ന് ഈ സെന്റർ പോയിന്റ് വഴി അടുത്ത സെന്റർ പോയിന്റിലേക്ക് ഞാൻ ഗൈഡ് കർവ് ക്രിയേറ്റ് ചെയ്യണം. ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യാം. സെന്റർ പോയിന്റ് വേണ്ടിയിട്ട് കുറച്ചുകൂടെ യൂണിഫോം ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഗൈഡ് കർവ്സ് വേണമെങ്കിലും എത്ര ഡയറക്ഷൻസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ വരേണ്ടതെന്നനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഷേപ്സും കാര്യങ്ങളും കൺവേർട്ട് ആവും. 4 ഗൈഡ് കർവ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. എനിക്ക് ഒരു 3 പ്രൊഫൈൽസും ഉണ്ട്. ഇനിയാണ് ഞാൻ ബൗണ്ടറി ബോസ് ബേസ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കണം, എവിടെയാണ് സെലക്ട് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത്, അവിടെ നിന്നാണ് അടുത്ത പ്രൊഫൈലിലേക്ക് ലൈൻ പോകുന്നത്. അതുകൊണ്ട് സിമിലർ ആയിട്ടുള്ള ഏരിയാസിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇതുണ്ട്. ഞാൻ ഇതിന് പകരം ബൗണ്ടറി ബോസ് ബേസ് എടുത്തിട്ട് ഈ ഏരിയ ടച്ച് ചെയ്തു, മേ ബി ഈ ഏരിയ ടച്ച് ചെയ്തു, എന്നിട്ട് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലെ ഗ്രീൻ ഡോട്ട് പോയിരിക്കുന്ന ആ പോയിന്റിലേക്കാണ്. അതായത് എൻ്റെ ഏറ്റവും നിയറസ്റ്റ് വെർട്ടെക്സിലേക്കാണ്, ഞാൻ ടച്ച് ചെയ്ത പോയിന്റിന്റെ ഏറ്റവും നിയറസ്റ്റ് വെർട്ടെക്സിലേക്കാണ് ആ ഗ്രീൻ പോയിന്റ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അത് റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് കൊണ്ടുവന്ന് പിന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്കൊരു സിമിലർ ഷേപ്പ് കിട്ടും. ഡയറക്ഷൻ 2 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഓരോ വെക്ടേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം, സോറി ഗൈഡ് കർവ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഒന്നിൽ കൂടുതലോ എത്ര വേണമെങ്കിലും ഗൈഡ് കർവ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒറിജിനൽ ഇമേജ് ക്രിയേറ്റ് ആവും. നമ്മുടെ 4 ഗൈഡ് കർവിലും കൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നമുക്ക് ഈ ഇമേജ് ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ബൗണ്ടറി ബോസ് സ്പേസിന്റെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഫൈലിനെയും നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രൊഫൈലിലും ഇങ്ങനെ ഒരു ബ്ലൂ കളർ ഐക്കൺ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഡയറക്ഷൻ ടു പ്രൊഫൈലാണോ, നോർമൽ ടു പ്രൊഫൈലാണോ, ഇത്രയും ഗൈഡ് കർവ്സ് ഉള്ളപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ കൂടെ ഉണ്ട്. ഗൈഡ് കർവ്സ് ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ അത്രയും കൺട്രോൾഡ് ആയിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും ഈ പറയുന്ന ബൗണ്ടറി ബോസ് സ്പേസിലൂടെ പറ്റില്ല. നോർമൽ ടു വെക്ടർ ആണോ അല്ലെങ്കിൽ നോർമൽ ടു പ്രൊഫൈൽ ആണോ, നോർമൽ ടു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇതിന് ടാൻജൻഷ്യൽ ആയിരിക്കും, പ്രൊഫൈലിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ഓരോ പോയിന്റും നമുക്ക് ക്രിയേറ്റ് ആവും. ഡയറക്ഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ വെക്ടർ ഏതാണ് സെലക്ട് ചെയ്യുന്നത്, ആ ഡയറക്ഷൻ വെക്ടറിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പകരം ഞാൻ നോർമൽ ടു പ്രൊഫൈൽ തന്നെ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രൊഫൈലിൽ ഈ നോർമൽ ടു പ്രൊഫൈൽ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ പറയുന്ന റെക്ടാങ്കിൾ പ്രൊഫൈലിൽ നോർമലായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ എത്രത്തോളം അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അത്രത്തോളം ഒരു നോർമൽനെസ് അല്ലെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലാരിറ്റി ഇമ്പ്രൂവ് ആവും. നമ്മൾ ഡയറക്ഷൻ വെക്ടർ രണ്ടാമത്തെ ഡയറക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ എറർ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ലിമിറ്റേഷൻ ആണ്. ഡയറക്ഷൻ വെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രൊഫൈൽസിന്റെ നോർമാലിറ്റി കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം ബൗണ്ടറി ബോസ് സ്പേസിൻ്റെതും അതേപോലെ ലോഫ്റ്റ് ബോസ് സ്പേസും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. പകരം നമുക്ക് ഉള്ളൊരു എന്താ പറയുന്നത് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഗൈഡ് കർവ്സിന് ഈ പറയുന്ന പ്രൊഫൈൽസിനെ നോർമൽ ആക്കുകയോ അല്ലെങ്കിൽ നൺ അല്ലാതെ വേറൊരു വാല്യൂലേക്ക് കൊണ്ടുവരുമ്പോൾ ഗൈഡ് കർവ്സിന്റെ വാല്യൂസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളതാണ്. നേരത്തെ സോൾവേഴ്സിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും എററാണ് വന്നത്. ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബൗണ്ടറി ബോസ് ബേസിന്റെ സ്പെഷ്യാലിറ്റി. ലോഫ്റ്റഡ് ബോസ് സ്പേസിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ എല്ലാ പ്രൊഫൈലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഫേസസ് മാത്രമേ നമുക്ക് ഈ പറയുന്ന നോർമാലിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് എത്ര പ്ലെയിൻസ് ഉണ്ടോ, നമുക്കിപ്പോൾ 3 പ്ലെയിനിലേ വരച്ചിട്ടുള്ളൂ, ഇതിനകത്ത് പകരം ഒരു 5 6 പ്ലെയിൻസ് ഉണ്ടെങ്കിൽ അത്രയും പ്ലെയിൻസിലും നമുക്ക് ഈ പറയുന്ന ഓരോ പ്രൊഫൈലിന്റെ ബിഹേവിയർ, ഈ പറയുന്ന സർക്കുലർ പ്രൊഫൈലിന്റെ ബിഹേവിയർ, സോറി സർക്കുലർ അല്ല, ആ വരച്ചിരിക്കുന്ന പ്ലെയിനിൽ വരച്ചിരുന്ന പ്രൊഫൈൽ എന്ന് പറയുന്ന സ്കെച്ചിനെയാണ് ഞാൻ പറയുന്നത്, ആ ഓരോ
പ്ലെയിനിൽ വരച്ചിരിക്കുന്ന സ്കെച്ചിന്റെ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതാണ് ബൗണ്ടറി ബോസ് സ്പേസ് എന്ന് പറയുന്ന കമാൻഡിന്റെ സ്പെഷ്യാലിറ്റി.